നിലവിൽ നമ്മുടെ സ്ഥലത്ത് മേയറും കളക്ടറും മറ്റെല്ലാ ഉദ്യോഗസ്ഥരും ഉണ്ട്. എല്ലാ സംവിധാനവും സർക്കാരിൻ്റെത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് വിജയം കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി ഒരു 10, 40, 60 മീറ്ററോളമാണ് ഇനി മാലിന്യം മാറ്റാനുള്ളത്. അതിൽ തടഞ്ഞിരിക്കാനാണ് സാധ്യത കാണുന്നത്. അപ്പം അത് ഇപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം, അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അല്ലേ, റെയിൽവേ എന്നല്ല, അത് മേയർ സൂചിപ്പിച്ചല്ലോ. നമ്മൾ റെയിൽവേക്ക് കത്ത് കൊടുത്തിരുന്നു ഇത് ശുചീകരിക്കുന്നതിന് ആവശ്യമായിട്ട് നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പണി ആരംഭിച്ചത്. അവർ നിയോഗിച്ച കരാറുകാരനാണ് ജോയി, കരാറുകാരൻ്റെ തൊഴിലാളിയാണ് ജോയി. അപ്പോൾ അവിടെ റെയിൽവേ ചെയ്തുകൊണ്ടിരുന്ന പണിക്കിടയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? റെയിൽവേ തന്നെയാണ് ചുമതല നിർവഹിക്കേണ്ടത്. അപ്പം മുൻകാലങ്ങളിൽ ഓപ്പറേഷൻ അനന്ത നടക്കുന്ന സമയത്തും 2018 കാലഘട്ടത്തിലും ചീഫ് സെക്രട്ടറി അടക്കം ഇടപെട്ടുകൊണ്ടുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കനാൽ ശുചീകരിച്ചത്. അപ്പോൾ നിരന്തരമായി ഇത് ശുചീകരിക്കപ്പെടണമെങ്കിൽ റെയിൽവേ വിചാരിക്കണം. കാരണം റെയിൽവേയുടെ പ്രോപ്പർട്ടിക്ക് അകത്താണ് ഈ ഇറിഗേഷൻ വകുപ്പിൻ്റെ കനാൽ ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, മറ്റു പല പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കണമെങ്കിൽ റെയിൽവേ മുൻകൈ എടുത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം, കാലാകാലങ്ങളിൽ നടത്തണം. അത് നടക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് ഇനി പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു കോർഡിനേഷൻ്റെ ഇഷ്യൂ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ കോർഡിനേഷൻ അടക്കം ഉണ്ടാക്കിക്കൊണ്ട് റെഗുലറായി ഈ കാര്യം ചെയ്യാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേയുടെ അകത്തിരിക്കുന്ന 2-3 മാൻഹോളുകളുണ്ടല്ലോ. നമ്മൾ സാധാരണ ചെയ്യുന്നത് രണ്ടറ്റത്തുമുള്ള കനാലുകളിൽ നിന്നും തോട്ടിൽ നിന്നും JCB വെച്ച് മാലിന്യം മാറ്റും. ഇതിനകത്ത് പണിയണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ റെയിൽവേയുടെ കോർഡിനേഷൻ അടക്കം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ.